നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പണമില്ലെങ്കിൽ പോലും ആരോടും ചെയ്യാൻ പാടില്ലാത്ത ഒരു പരിപാടിയാണ് കഴിഞ്ഞ ദിവസം ഒരു KSRTC ഡ്രൈവർ, അതും അയ്യപ്പ ഭക്തരോട് കാട്ടിയിരിക്കുന്നത്. കൊടുങ്കാട്ടിൽ യാത്രക്കാരെ ഇറക്കി വിട്ടിരിക്കുന്നു. അതും പ്രായമായ സ്ത്രീകളും കൊച്ചുകുട്ടികളും ഉൾപ്പെടുന്ന സംഘം. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് സർവീസിൽ വെച്ചു പൊറുപ്പിക്കാൻ കഴിയുന്നത്? ഒരു ഭാഗത്തു നിന്നും നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്തു നിന്നും ഇതൊക്കെ തന്നെ തുലയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഇവർക്കൊക്കെ സ്പോട്ടിൽ തന്നെ നടപടി കൊടുക്കണം, നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് പൊതുജനം പറയുന്നത്. അക്കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സംഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ളൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലേറെ വൈറലായി പ്രചരിച്ചത്. ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലം കഴിഞ്ഞതിന് ശേഷം തൊട്ടടുത്ത മലയാള മാസം 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെയുള്ള ശബരിമല ദർശന സമയം, അവസാന ദിവസം ദർശനം കഴിഞ്ഞെത്തിയ അയ്യപ്പ ഭക്തരെ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലെങ്കിലും ഇറക്കി വിടേണ്ട ഒരു മര്യാദ കാണിക്കേണ്ട KSRTC ഉദ്യോഗസ്ഥർ, KSRTC ബസ്സിലെ ഡ്രൈവർ പെരുവഴിയിൽ ഇറക്കിവിട്ട സംഭവമാണ് ഏറെ ശ്രദ്ധ നേടിയത്. ഈ വിഷയത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ നടത്തിയത്. ആരെയും വഴിയിൽ ഇറക്കി വിടരുത് എന്നുള്ള കൃത്യമായ ഉത്തരവ് CMD നൽകിയിട്ടുണ്ട്. ആ ഉത്തരവ് നിലവിലുണ്ട്. എന്നിട്ടാണ് യാത്രക്കാരെ രാത്രിയിൽ പെരുവഴിയിൽ കൊടുങ്കാട്ടിൽ ഇറക്കി വിട്ടത്. തെറ്റായ നടപടിയാണെന്നുള്ളത് എടുത്തു പറയേണ്ടതില്ല. അത് മന്ത്രി ഗണേഷ് കുമാറും എടുത്തു കാട്ടുന്നു. അങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനും ഒരു കാരണവശാലും വിട്ടു നിൽക്കില്ല എന്നും പറയുന്നു. ആരെയും വഴിയിൽ ഇറക്കി വിടരുതെന്ന് കൃത്യമായി പറഞ്ഞിട്ട് പോലും അത് ലംഘിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ ഇനി ഈ തൊഴിൽ ചെയ്യാൻ ഒട്ടും തന്നെ അർഹരല്ല. കാട്ടിലാണോ യാത്രക്കാരെ ഇറക്കി വിടുന്നത്? പണമില്ലെങ്കിൽ പോലും, കാശ് കൊടുക്കാനില്ലെങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല. തൊട്ടടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിടുക, അല്ലെങ്കിൽ മറ്റൊരു ബസ് സ്റ്റാൻഡിലേക്ക് ഇറക്കി വിടുക. അവർക്ക് അവിടെ നിന്നും വാഹനം ലഭിക്കും. കൊടുങ്കാട്ടിൽ ഇറക്കി വിട്ടാൽ അവരെങ്ങനെ പോകും? അയ്യപ്പ ഭക്തരെ ഇറക്കി വിട്ട സംഭവത്തിലെ ആ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചു. ഇറക്കിവിട്ട ഡ്രൈവറെ ഉടനടി തന്നെ പിരിച്ചുവിടുന്ന നടപടിയാണ് സ്വീകരിച്ചത്. സംഭവത്തെപ്പറ്റി ഇപ്പോഴും അന്വേഷണം തുടരുന്നുണ്ട്. KSRTCയുടെ വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തുകയാണ്. സംഭവത്തിൽ കണ്ടക്ടർ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാൽ സ്ഥലംമാറ്റ നടപടി നിലവിൽ സ്വീകരിച്ചിട്ടുണ്ട്. അത് റദ്ദാക്കുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത്. പമ്പയിൽ നിന്നും നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തവരെയാണ് വഴിയിൽ ഇറക്കി വിട്ടത്. നിലയ്ക്കൽ സ്റ്റാൻഡിൽ ഇറങ്ങേണ്ട തീർത്ഥാടകരെ സ്റ്റാൻഡിൽ കയറാതെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് വനമേഖലയിലാണ് ഇറക്കി വിട്ടത്. ഇങ്ങനെയാണ് പരാതി കിട്ടിയത്. വയോധികരും കുഞ്ഞുമടങ്ങുന്ന 13-അംഗ സംഘം. അവർക്കാണ് ഫെബ്രുവരി 17-നാണ് അച്ചടക്ക നടപടിക്ക് ആധാരമായി സംഭവമുണ്ടായത്. ശബരിമല ദർശനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തരെ രാത്രി നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ എത്തിക്കുന്നതിന് പകരമായി ഗോപുരം കഴിഞ്ഞ് മെയിൻ റോഡിൽ ഇറക്കി വിട്ടു. വിജിലൻസ് ഓഫീസറുടെ കുറിപ്പിൻ്റെയും എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര നടപടി നിലവിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഉത്തരവ് നടപ്പാക്കാൻ ബന്ധപ്പെട്ട യൂണിറ്റ് അധികാരികൾക്ക് നിർദ്ദേശവും കൊടുത്തു. മന്ത്രി KB ഗണേഷ് കുമാർ ആകട്ടെ ഈ സംഭവത്തെക്കുറിച്ച് CMDയിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അതേസമയം ദർശനം കഴിഞ്ഞെത്തിയ അയ്യപ്പ ഭക്തരെ പെരുവഴിയിൽ ഇറക്കിവിട്ട സംഭവത്തിൽ കൂടുതൽ പ്രതികരണവുമായി തീർത്ഥാടകരും രംഗത്തെത്തിയിട്ടുണ്ട്. ഡ്രൈവർ വളരെ മോശമായി പെരുമാറിയെന്നാണ് അദ്ദേഹം പറയുന്നത്. കണ്ടക്ടർ യാത്രക്കാർക്കൊപ്പം തന്നെ നിലകൊണ്ടുവെന്നും തീർത്ഥാടക സംഘത്തിലുണ്ടായിരുന്ന രതീഷ് ഒരു മാധ്യമത്തിനോട് വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അയ്യപ്പ ഭക്തരെ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ എത്തിക്കണമെന്ന് കണ്ടക്ടർ ആവശ്യപ്പെട്ടു. പക്ഷേ ഡ്രൈവർ അത് അനുസരിച്ചില്ല. 11 അമ്മമാരും 8 വയസ്സുള്ള മാളികപ്പുറവുമാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. വനത്തിൽ ഇറക്കി വിടരുതെന്നും തിരികെ നിലയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ജംഗ്ഷനിൽ എത്തിക്കണമെന്ന് പലതവണയായി ആവശ്യപ്പെട്ടു. എന്നിട്ടും ഡ്രൈവർ അത് ചെവിക്കൊണ്ടില്ല. ഡ്രൈവർക്കെതിരെ ശക്തമായ നടപടി മന്ത്രി എടുത്തതിൽ നിലവിൽ സന്തോഷമുണ്ട്. അയ്യപ്പ ഭക്തർക്ക് ഇത്തരം അനുഭവം ഉണ്ടാകാൻ പാടില്ല. സ്റ്റാൻഡിൽ നിന്നും 10:30-ക്കാണ് ബസ് എത്തിയത്. കുറച്ച് മുന്നിലാണ് ബസ് പാർക്ക് ചെയ്തതെന്നും അവിടെ എത്തി ബസ്സിൽ കയറാൻ ഡ്രൈവർ പറഞ്ഞു. 300 മീറ്റർ നടന്നാണ് ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോലും പോയത്. 13 പേർക്ക് ടിക്കറ്റ് എടുത്തപ്പോൾ വഴിയിൽ വെച്ച് അമ്മമാരെ ബസ്സിൽ കയറ്റാത്തതിനെക്കുറിച്ച് ഡ്രൈവറോട് ചോദിച്ചു. എന്നാൽ ഡ്രൈവർ പറഞ്ഞാൽ അനുസരിക്കില്ലെന്നും താൻ എന്ത് ചെയ്യാനെന്നാണ് കണ്ടക്ടർ മറുപടി പറഞ്ഞത്. ശബരിമല യാത്രയെക്കുറിച്ച് കണ്ടക്ടർ ചോദിച്ചു. വാൻ നിലയ്ക്കലിൽ പാർക്ക് ചെയ്തെന്നും മറുപടി പറഞ്ഞു. നിലയ്ക്കലെത്തിയപ്പോൾ ബസ് നിർത്താതെ പോയപ്പോൾ ഇക്കാര്യം കണ്ടക്ടറോട് പറഞ്ഞു. അടുത്ത വഴിയിലൂടെ സ്റ്റാൻഡിൽ കയറുമെന്നാണ് കണ്ടക്ടർ മറുപടി പറഞ്ഞത്. അതിനുശേഷവും ബസ് നിർത്താതെ പോയി. അപ്പോഴാണ് കണ്ടക്ടർ ബസ് നിർത്താൻ പോയി ഡ്രൈവറോട് പറഞ്ഞത്. അമ്മമാരാണെന്നും നിലയ്ക്കലിൽ തിരികെ എത്തിക്കണമെന്നും കണ്ടക്ടർ പറഞ്ഞു. പക്ഷേ ഡ്രൈവർ അതൊന്നും തന്നെ അനുസരിച്ചില്ല. ഗോപുരവും കഴിഞ്ഞ് മെയിൻ റോഡിൽ ഇറക്കി വിട്ടു. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ വന്ന മറ്റൊരു ഡ്രൈവറും കണ്ടക്ടറുമാണ് അമ്മമാരെ കണ്ടിട്ട്
അവിടെ നിർത്തിയതെന്ന് രതീഷ് പറഞ്ഞു. ജീവനക്കാരിൽ നല്ല മനുഷ്യരുണ്ട്. ഡ്രൈവറും കണ്ടക്ടറും തമ്മിൽ നല്ലൊരു ബന്ധമുള്ളതായി അവരുടെ പെരുമാറ്റത്തിലൂടെ തോന്നിയിട്ടേയില്ല. കണ്ടക്ടർ തെറ്റ് ചെയ്തില്ലെന്ന വിവരം ഗതാഗത വകുപ്പിനെ അറിയിക്കും. തെറ്റ് ചെയ്ത ആൾ മാത്രം ശിക്ഷിക്കപ്പെട്ടാൽ മതിയല്ലോ എന്നാണ് രതീഷ് മാധ്യമത്തോട് പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത ഇൻസൈറ്റ്.